അന്നത്തെ രാത്രി നന്ദയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഗോകുലിൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് കരയുക പോലും ചെയ്യാതെ അവൾ മുകളിലേക്ക് നോക്കിക്കിടന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കഴുത്തിൽ മറ്റൊരാൾ കെട്ടിയ താലി വീഴും. അതുവരെ മാത്രമേ ഗോകുലേട്ട നിങ്ങളെന്നെ നെഞ്ചോട് ചേർന്നിരിക്കൂ. ഒരിക്കലും താലി കെട്ടിയ ആളിനെ ഞാൻ വേദനിപ്പിക്കില്ല. ഇത് ത്യാഗമോ ആത്മാർത്ഥതയൊന്നുമല്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനായി സമ്മതം മൂളി എൻ്റെ അറിവോടെ നടക്കുന്ന വിവാഹമാണ്. വിവാഹത്തിന് ശേഷം ഞാനിങ്ങനെ കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നതിന് തുല്യമാണ്. എനിക്കിനി വയ്യ ഗോകുലേട്ട. ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ എൻ്റെ പിടിവാശിയും എൻ്റെ പ്രണയവും എല്ലാം ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഞാനൊരു നല്ല ഭാര്യയാകുമെന്നോ നല്ലൊരു മരുമകളാകുമെന്നോ ഒരിക്കലും വാക്ക് പറയില്ല. പക്ഷെ നിങ്ങൾക്ക് നൽകിയ എൻ്റെ ഹൃദയവും എൻ്റെ പ്രണയവും ഇനി ആർക്കും നൽകില്ലെന്ന് മാത്രം. കൺകോണിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണിനീർ തുടക്കാതെ അങ്ങനെ തന്നെ നന്ദ കിടന്നു. തുറന്നിട്ട ജനാലയ്ക്കുള്ളിലൂടെ ഒരു നേർത്ത കാറ്റും അവളെ തഴുകി കടന്നുപോയി. അപ്പുറത്തെ മുറിയിൽ പെണ്ണ് കണ്ടിട്ട് പോയിട്ടും പഴയ പോലെ തന്നെ തന്നോട് പെരുമാറുന്ന നന്ദനെ ഓർത്ത് ദേവ് മുഖം വീർപ്പിച്ച് കിടന്നു. അങ്ങ് ദൂരൊരുവും വർഷങ്ങൾക്ക് ശേഷം സ്വന്തമാകാൻ പോകുന്ന തൻ്റെ പ്രണയത്തോർത്ത് പുഞ്ചിരിച്ചു. രാവിലെ തന്നെ തിരക്കിട്ട പണിയിലാണ് സാവിത്രി. ദേവ് വിറയലോടെ ഒരു 10 പ്രാവശ്യമെങ്കിലും ബാത്റൂമിൽ കയറി ഇറങ്ങുന്നുണ്ടോ. ഇവളുടെ കാട്ടികൾ കണ്ട് നന്ദ ചിരിച്ചുകൊണ്ട് ദേവിനെ ഉടുപ്പിക്കാനുള്ള സാരി പ്ലേറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഇന്ന് വാക്കുറപ്പിക്കാൻ സിദ്ധുവിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നുണ്ട്. സ്റ്റേറ്റ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വൈഷ്ണവിൻ്റെ സഹോദരി വൈഷ്ണവി കൂടി വരുന്നുണ്ട്. വിഷയും സന്ധ്യയും വരില്ലെന്ന് പറഞ്ഞു വിട്ടുനിന്നു. പക്ഷേ നന്ദയെ കാണാമെന്ന് കരുതി വിഷ അവസാന നിമിഷം കാലുമറിയപ്പോൾ സന്ധ്യ അവനെ തറപ്പിച്ച് നോക്കി. 2 കാറിലായാണ് അവർ തിരിച്ചത്. സിത്താരയ്ക്കുള്ളിൽ ഒരു വേദന തോന്നിയെങ്കിലും നന്ദൻ ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന തിരിച്ചറിവ് മതിയായിരുന്നു സാഹചര്യത്തോട് അവൾക്ക് പൊരുത്തപ്പെടാൻ. മാത്രവുമല്ല, വിവാഹത്തിന് ദേവു വീട്ടിൽ വന്നപ്പോൾ പ്രണയത്തോടെ അവൾക്ക് നേരെ തിരിയുന്ന അവൻ്റെ കണ്ണുകളിൽ സിത്താര പലപ്പോഴും കണ്ടിരുന്നു. അവളൊരു നെടുവീർപ്പോടെ കാഴ്ചകളിലേക്ക് ഓളിയിട്ടപ്പോൾ തുളസി അവളുടെ കൈകൾ കൈവച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണ് ചിമ്പി. നന്ദനോടുള്ള അവളുടെ ഭ്രാന്തമായ സ്നേഹം കുട്ടിക്കാലം മുതലേ സിത്താരയ്ക്ക് തോന്നിയതാണെന്നും തുളസിക്കറിയാമായിരുന്നു. പക്ഷെ നന്ദേട്ടൻ തങ്ങളെ എല്ലാ സഹോദരികളായി മാത്രമേ കണ്ടിട്ടുള്ളൂ. വിഷ വരുന്ന നിർമ്മലയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. നന്ദയോട് അവൻ തോന്നിയ സമീപനം നിർമ്മലയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉച്ചയോട് അടുത്തിരുന്നു അവരെല്ലാവരും നന്ദിയുടെ വീട്ടിലെത്തിയപ്പോൾ അശോകിൻ്റെ ചേട്ടൻ രാജനും കുടുംബവും ചേച്ചി ശ്യാമിയും കുടുംബവും ഉണ്ടായിരുന്നു അവിടെ. നന്ദദേവന് നന്നായി ഒരുക്കിയിരുന്നു. രാജൻ്റെ മക്കളായ വിഷ്ണുവും വിവേകും ശ്യാമിയുടെ മക്കളായ ശാലിനിയും രേവതിയും പരസ്പര വിവാഹം കഴിച്ചവരാണ്. ഒരു മാറ്റക്കല്യാണം. വിഷ്ണു ശാലിനിയും വിവേക് രേവതിയുമാണ് വിവാഹം കഴിച്ചത്. വീട്ടിലാകെ ബഹളവും തിരക്കുമായപ്പോൾ നന്ദ അവളുടെ റൂമിലേക്ക് വലിഞ്ഞു. പക്ഷെ സാവിത്രി ഒറ്റ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ട് പിന്നീട് അവൾ സാവിത്രി ഓരോന്ന് ചെയ്ത് സഹായിച്ചു കൊണ്ടിരുന്നു. ചന്ദ്രൻ്റെ ഭാര്യയും മക്കളും പിണക്കമതിൽ എത്തിയിരുന്നില്ല. നല്ലൊരു ചടങ്ങ് അവർ വന്ന് കുളമാക്കാതിരിക്കുന്ന നല്ലതെന്ന് ചന്ദ്രൻ തുറന്നു പറഞ്ഞു. 50 പേർക്കുള്ള ഭക്ഷണമായിരുന്നു വരുത്തിയിരുന്നത്. മുറ്റത്ത് ഒരു പന്തലിട്ടിരുന്നു. ഒപ്പം കുറച്ച് കസേരകളും. ആൺമക്കളില്ലാത്ത അശോകിന് വിവേകിൻ്റെയും വിഷ്ണുവിൻ്റെയും വരവ് ഒരു ആശ്വാസമായിരുന്നു. ശാലിനിയും ശ്യാമയും രേവതിയും കൂടെ വിളമ്പാനുള്ള പാത്രങ്ങൾ കഴുകി റെഡിയാക്കി. ശ്യാമിക്ക് നന്ദിയുള്ള ദേഷ്യമൊക്കെ മാറിയിരുന്നു. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഒരു കസേരയിലിരുന്നു അതൊക്കെ കാണാൻ അശോകിന് കഴിഞ്ഞുള്ളൂ. നന്ദയുടെ നിശ്ചയത്തിൻ്റെ അന്നാണ് ഇതുപോലെ എല്ലാവരും ഒത്തുകൂടിയെന്ന് അശോകൻ പറഞ്ഞു. അന്നൊരു കിളിക്കാമ്പട്ടി പോലെ ഓടി നടക്കുകയായിരുന്നു നന്ദ. പക്ഷേ ഇന്നത്തെ നന്ദ പഴയ നന്ദയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരുന്നു. ചന്ദ്രന് പകരം താനായിരുന്നു എല്ലാത്തിനും ഓടി നടന്നിരുന്നത്. വാൽക്കിൻ സ്റ്റിക്കിലേക്കും തളർന്ന കാലിലേക്ക് നോക്കിക്കൊണ്ട് അശോകൻ നെടുവീർപ്പിട്ടു. ദേവിൻ്റെ അടുത്ത് 2 കൂട്ടുകാരികളും ഗോകുലിന്റെ വീട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു. മുട്ടിടിച്ച് വിറയിലൂടെ കൈകൾ കൂട്ടി തിരുമിരിക്കുന്ന ദേവിനെ കീർത്തു ഇടയ്ക്ക് കളിയാക്കുന്നുണ്ട്. കാറ്ററിംഗുകാർ കൊണ്ടുവന്ന ഭക്ഷണം ഇറക്കി വെക്കാനും പന്തലിലേക്ക് മാറ്റിവെക്കാനും രാവിലെ അവർക്കൊപ്പം കൂടി. പരിഭവിച്ചും പരാതി പറഞ്ഞ ശ്രീദേവി പിടിച്ചടുത്ത് ഇരുത്തിയിട്ടുണ്ട്. കാരണവന്മാരായി ചന്ദ്രനോടും അശോകനോടും രാജനോടൊപ്പം വസുദേവനും ഉമ്മർ തന്നെ ഉണ്ട്. ഗോകുലിന്റെ വീട്ടുകാർ നന്ദിയോടുള്ള സ്നേഹം ആദ്യമാണ് ശ്യാമ കാണുന്നത്. മുൻപ് അവളെ കുറ്റപ്പെടുത്തിയതോർത്ത് അവർക്ക് കുറ്റബോധം തോന്നി. വീട്ടിലെ ആൾക്കാർ കൂടിയപ്പോൾ നന്ദ ശ്രീദേവിക്കൊപ്പം അവളുടെ റൂമിലേക്ക് വലിഞ്ഞു. കുറേ ദിവസമായ വിശേഷങ്ങൾ നന്ദ ചേച്ചിയോട് പറയാൻ കീർത്തി കൂടി അവർക്കൊപ്പം കൂടി. ദേവനെ അവളുടെ കൂട്ടുകാരികൾ ദാവുന്നത്ര കളിയാക്കുന്നുണ്ട്. എവിടെ നിന്റെ മാഷിന്റെ ഫോട്ടോ ഒന്നില്ല, ആളിപ്പോൾ നേരിട്ട് വരും, അപ്പോൾ കണ്ടാൽ മതി, ദേവ് കൈമരത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ, അവളുടെ ഒരു ജാട കണ്ടില്ലേ, ഞങ്ങൾക്കൊന്നും നിന്റെ മാഷിനെ കണ്ണു വയ്ക്കേണ്ട, കേട്ടൊരു ഉണ്ടക്കണ്ണി. അവർ അവളെ കളിയാക്കി പറഞ്ഞപ്പോൾ ദേവ് ചമ്മിയെ ചിരിച്ചിരിച്ചു. മുറ്റത്ത് കാർ വന്നെന്ന ശബ്ദം കേട്ടപ്പോൾ ഒരുവൾ ഓടി ജനാലിൻ്റെ അടുത്ത് വന്ന് നിന്ന് നോക്കി. അവൾക്ക് ആകെ കൺഫ്യൂഷനായി. എടി, ഇതിപ്പോൾ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന 3 ഉണ്ട്. പിന്നെ വേറൊരു ചേട്ടനും.
വേറെ 2 പിന്നാലെയും വരുന്നുണ്ട്. ഇതിലേതാടി? അവൾ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ദേവിനും അതേ സംശയം തോന്നി. നിന്റെ മാഷ് ഏത് ഡ്രസ്സാടി ഇടുന്നു പറഞ്ഞേ? ആ, എനിക്കറിയില്ലടി. അവൾ ദേവിനെ കണ്ണുമീഴ്ച് നോക്കി. ലവ് മാരേജ് ആണ് പോലും. ഇത് ഏതാണ്ട് എന്റെ അമ്മൂമ്മയുടെ കാലത്തെ കല്യാണം പോലെ. കെട്ടാൻ പോകുന്ന ആൾ ഏത് ഡ്രസ്സാ നിശ്ചയത്തിന് ഇടുന്ന പോലും അറിയില്ല. ദുരന്തമേ. അവൾ ദേവിനെ നോക്കിയൊന്ന് പറഞ്ഞു. ഒരു ചേട്ടൻ സൂപ്പർ ലുക്ക്. അങ്ങനെ കെട്ടിയതോണടി. രണ്ടാമത്തവൾ ജനലിലൂടെ കൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേവ് കൂടി അവരുടെ പിന്നാലെ വന്ന് നോക്കി. അവർ പറഞ്ഞ വിഷയമായിരുന്നു. സിദ്ധുവും ശ്രീരാഗും നന്ദന്റെ കൂടെ അന്ന് വന്ന ഒരു കൂട്ടുകാരും വൈഷ്ണവും നിൽപ്പുണ്ട്. ദേവിന്റെ കണ്ണുകൾ ആർത്തിയുടെ ചുറ്റിലും പാഞ്ഞു. നന്ദൻ മാത്രം ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അവൾ നിരാശയോടെ വന്ന് ബെഡിലിരുന്നു. ആദ്യം നിർമ്മലയും രാജശേഖരനും പിന്നാലെ വൈഷ്ണവിന്റെ അമ്മ ലക്ഷ്മിയും ചന്ദ്രശേഖരനും കയറി വന്നു. ചന്ദ്രനും വാസുദേവനും രാജനും അവരകത്ത് സ്വീകരിച്ചു. സിത്താരയും മീനാക്ഷിയും വൈഷ്ണവും തുളസിയും സന്ധ്യയും അകത്തേക്ക് കയറി. വൈഷ്ണവും ഭാര്യയും കൂടി പിന്നാലെ കയറിയിരുന്നു. വിഷിയുടെ കണ്ണുകൾ വീടിനുള്ളിലേക്ക് നീണ്ടു. സിദ്ധുവിൻ്റെയും ശ്രീരാഗിൻ്റെയും മനോജിൻ്റെയും കൂടെ ഏറ്റവും പിന്നാലെയാണ് നന്ദൻ കയറി വന്നത്. ഒരു ഗ്രേ കളർ ഷർട്ടും കസവുമുണ്ടുമായിരുന്നു നന്ദന്റെ വേഷം. വിഷ്ണുവും വിവേകും രാഹുലും പുഞ്ചിരിയോടെ അവരകത്തേക്ക് ക്ഷണിച്ചു. സിത്താരയും സംഘവും ദേവിനെ കാണാൻ നേരെ റൂമിലേക്ക് പോയി. ഹലോ. സിത്തു പുഞ്ചിരിയുടെ അകത്തേക്ക് കയറി വന്ന് വിളിച്ചപ്പോൾ ദേവ് അവളെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചു. വൈഷ്ണവെ കൂടി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. നന്ദ റൂമിൽ തന്നെ ഇരുന്നപ്പോൾ സാവിത്രി അവളെ വന്ന് വിളിച്ചു. ഒടുവിൽ ശ്രീദേവിയുടെ നിർബന്ധം കൂടിയായപ്പോൾ മനസ്സോടെ അവൾ ഹാളിലേക്ക് നടന്നു. എല്ലാവർക്കും കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ ശാലിനിക്കും രേവതിക്കൊപ്പം അവളും കൂടി. വിഷു അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. നിർമ്മല അവളെ കണ്ട് പുഞ്ചിരിച്ചു. സുഖാണോ മോളെ? നിർമ്മല അവളെ നിറകിൽ തലോടിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. മീശത്തുമ്പിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ശ്രീരാഗ് നന്ദയെ നോക്കി. അവനുള്ള ജ്യൂസ് വേഗത്തിൽ കൊടുത്തുകൊണ്ട് അവൾ വിഷയുടെ അരികിൽ നീങ്ങി. അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് അവൻ ജ്യൂസ് എടുത്തു. അവനൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവളുടെ പെരുമാറ്റം അവൾ അമർഷം നിറച്ചു. സിദ്ധു അവൾക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ജ്യൂസ് എടുത്തു. നന്ദ തിരിച്ചു ഒന്ന് പുഞ്ചിരിച്ചു. വിഷ പല്ല് കടിച്ച് നോക്കുന്നുണ്ട്. മോള് വിവാഹത്തിന് സമ്മതിച്ചല്ലേ? രാജശേഖരൻ ചിരിയോടെ ചോദിച്ചപ്പോൾ അശോകൻ തെളിഞ്ഞ മുഖത്തോടെ തലകുലുക്കി. മോനെ ഇങ്ങ് വന്നേ, ശ്രീരാഗിനെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് അശോകൻ പറഞ്ഞു. അവൻ സ്നേഹപൂർവ്വം എണീറ്റു അശോകിന്റെ അരികിലേക്ക് നിന്നു. നന്ദയും വിളിച്ചടുത്ത് നിർത്തി. എല്ലാത്തിനും നിന്നു കൊടുക്കല്ലാതെ മറ്റൊരു നിവൃത്തിയും നന്ദയ്ക്കുണ്ടായിരുന്നില്ല. ഇതാട്ടാ നന്ദയുടെ ചെക്കന്. രണ്ടാളെയും ചേർത്ത് നിർത്തി അശോകൻ തിളക്കമാർന്ന മുഖത്തോടെ പറഞ്ഞു. നിർമ്മല മങ്ങിയ മുഖത്തോട് അവരെ നോക്കി. നന്ദയുടെ തെളിച്ചമില്ലാത്ത മുഖം വിശ്വ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രണ്ടാളും നല്ല ചേർച്ചയുണ്ട്. വിശ്വ ഒന്ന് അമർത്തി നോക്കിക്കൊണ്ട് സദ്യ പറഞ്ഞപ്പോൾ വിശ്വ സന്ധ്യയെ തുറിച്ചു നോക്കി. സമയായി, കുട്ടിയെ വിളിക്കാം. ചന്ദ്രൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണം കിട്ടിയ പോലെ നന്ദ ദേവിന്റെ അടുത്തേക്ക് ധൃതിയിൽ നടന്നിരുന്നു. മനോജും സിദ്ധുവും ശ്രീരാഗും കൂടി നന്ദനെ കളിയാക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ കണ്ണുകൾ ആളിനോട് ചേർന്നുള്ള രണ്ടാമത്തെ മുറിയിലേക്ക് നീളുന്നുണ്ട്. നന്ദയുടെയും കീർത്തിയുടെ ഒപ്പം തലകുനിച്ച് നടന്നു വരുന്ന ദേവിൽ അവന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. പിന്നാലെ ബാക്കിയുള്ള പെൺപടകളും കൂടി വന്നു. നന്ദനെ ചൂണ്ടി. അതാണ് മാഷെന്ന് സിത്താര ദേവിന്റെ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേവ് ആദ്യം കണ്ണുവർത്തി നോക്കിയത് തന്നെ നന്ദന്റെ മുഖത്തേക്കായിരുന്നു. അതേ നിമിഷം വിറയലോടെ അവൾ നോട്ടം മാറ്റി കളഞ്ഞു. നിർമ്മലയും ലക്ഷ്മിയും അവളുടെ അടുത്തേക്ക് വന്നു. ചേർത്ത് നിർത്തി എന്തൊക്കെയോ പറയുന്നുണ്ട്. സാരിക്ക് കൊടുത്തപ്പോൾ വലിയ പെണ്ണായല്ലോ. നിർമ്മല സ്നേഹത്തോടെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വളടിൽ ചടങ്ങ് നടത്തി കഴിഞ്ഞു. ദേവിനെയും നന്ദനെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കലായിരുന്നു ബാക്കിയുള്ളവരുടെ പണി. രാഹുലും വിഷ്ണുവും വിവേകും വിളമ്പാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ സിദ്ധുവും മനോജും ശ്രീരാഗും കൂടി അവർക്കൊപ്പം ചേർന്നു. ആദ്യം നന്നായി എതിർത്തെങ്കിലും തങ്ങളും വിരുന്നുകാരല്ല വീട്ടുകാരനെ സിദ്ധു തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇലയിടാൻ തുടങ്ങി. നന്ദന്റെ വിരലുകൾ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ദേവിന്റെ അരികിൽ അമർന്നപ്പോൾ അവൾ നിന്ന നിൽപ്പിൽ ഒന്നുയർന്നുകൊണ്ട് അവന് വിറയിലൂടെ നോക്കി. ഒരു കണ്ണിറക്കിക്കൊണ്ട് നന്ദൻ ചിരിയോടെ ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞു. ദേവ് അവനെ വീഴ്ച നോക്കി നിൽക്കുകയാണ്. സാരി അരിയിൽ കുത്തി ചെറിയ പാത്രങ്ങൾ ഓരോന്നിലും കറികൾ എടുത്ത് വിളമ്പാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു നന്ദ. ടീച്ചറെ, ഇഞ്ചിക്കറി ഇരിപ്പുണ്ടോ? സിദ്ധു അടുക്കളയിൽ കയറി വന്നുകൊണ്ട് ചോദിച്ചു. ആ, ഇപ്പം തരാം. നന്ദ ഇഞ്ചിക്കറി ഇരുന്ന പാത്രം എടുത്ത് അവന് കൊടുത്തു. അതെ, സിദ്ധു എന്തിന് ഇതൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ അതിഥികളല്ലേ? നന്ദ കുറച്ച് ഗൗരവത്തിലാണ് ചോദിച്ചത്. ഒന്ന് പോയ ടീച്ചറെ, ഞങ്ങൾ ആദ്യമായിട്ടല്ലോ ഇവിടെ വരുന്നത്. അവളെ നോക്കി പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് സിദ്ധു ഇറങ്ങിപ്പോയി. നന്ദ ഒരു ചിരിയോടെ അവനെ നോക്കിയിട്ട് ബാക്കി പണിയിലേക്ക് തിരിഞ്ഞു. ചൂടെടുക്കുന്നുണ്ടെന്നും ഇവിടെ AC ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു തൂവാലെടുത്ത് വീശുകയാണ് സന്ധ്യ. പൊങ്ങച്ചും കാട്ടിയിരിക്കുന്നുണ്ട്. ശാലിനി അകത്തിരുന്ന പെഡസ്റ്റർ ഫാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ചു കൊടുത്തു. ആരോടും കൂടെ കൂടാതെ ഫോണിൽ കുത്തിരിക്കുന്ന വിഷയെ സന്ധ്യ നോക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നീയല്ലേ ചാടിക്കേറി വന്നത്? എന്നിട്ട് ആഗ്രഹിച്ച പിണിനെയും അവളെ കെട്ടാൻ പോകുന്നതിനെയും കണ്ണു നിറച്ച് കണ്ടല്ലോ. സന്ധ്യയുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കേട്ട് വിഷദേശത്തോടെ സന്ധ്യയെ നോക്കി.
ഈ ഷർട്ട് എങ്ങനെ? കുറെ നേരായി നന്ദനെയും അവന്റെ ഷർട്ടിനെയും നോക്കിക്കൊണ്ട് കഥകളി കാണിക്കുവരും ദേവിനെ നോക്കി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ അവനോട് ചോദിച്ചത്. എന്തേ മാച്ചല്ലേ? നന്ദൻ കുസൃതിയോട് ചോദിച്ചു. അല്ല, എൻ്റെ സൈഡ് അതേ കളറ്. ഇതിനെ നന്ദേട്ടനെ അറിഞ്ഞു? ഓ, അതൊക്കെ അറിയാനാണൊരു വലിയ പ്രയാസം. ഏതായാലും ഇപ്പൊ മാച്ചായല്ലോ. അവന്റെ കുസൃതി ചിരിയിൽ അവൾ മുഖം വീർപ്പിച്ചു. കുറച്ച് സമയം മുമ്പ് കൂട്ടുകാരെ കളിയാക്കിയത് അവൾക്ക് ഓർമ്മ വന്നു. ഇങ്ങനെ വീർപ്പിച്ച് കുട്ടിക്കാലം പോലെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു? അവളുടെ കാതോരം പയ്യെ അവൻ ചോദിക്കുന്നതിനോടൊപ്പം വിരലുകൾ അരയിൽ കുസൃതി കാട്ടി തുടങ്ങിയിരുന്നു. ദേവമെഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിയിട്ട് വിറയിലൂടെ നിന്നു. നന്ദൻ ചിരിയടക്കി പിടിച്ചുകൊണ്ട് നേരെ നിന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ നന്ദന്റെ അടുത്തിരുന്ന ശ്രീരാഗിന്റെ അടുത്തേക്ക് സാവിത്രി നന്ദിയെ നിർബന്ധിച്ച് വലിച്ചിരുത്തി. അവൾ നിസ്സഹായതയോടെ ഇരുന്നു. എന്നാൽ തിളങ്ങുന്ന മുഖത്തോടെ തന്നെ നോക്കി സന്തോഷത്തോടെ ചിരിക്കുന്ന ശ്രീരാഗിനെ നോക്കിയ അവൾക്ക് അവനൊരു മങ്ങിയ ചിരി നൽകേണ്ടി വന്നു. സിദ്ധുവും വിഷയും അടുത്തടുത്താണ് ഇരുന്നത്. വിഷ തൊട്ടു മുമ്പിലിരിക്കുന്ന നന്ദയിൽ തന്നെ മിഴികൾ പായിച്ചിരുന്നു. അവളെ പ്രണയത്തോടെ നോക്കുന്ന ശ്രീരാഗിനെ നോക്കി അവൻ ദേഷ്യം തീർത്തത് ഇലയിൽ വിളമ്പി വെച്ചിരുന്ന പപ്പടം നീരിച്ചുകൊണ്ടായിരുന്നു. പപ്പടം പൊടിയുന്ന ശബ്ദം കേട്ട് മറ്റുള്ളവനെ നോക്കി. അയ്യോ, പരിപ്പൊഴിക്കും മുമ്പേ മോൻ പപ്പടം പൊടിച്ചോ? ചന്ദ്രൻ അവൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചപ്പോൾ വിഷൊന്ന് ചോളിപ്പോയി. വിശന്നിട്ടായിരിക്കും മാമ, അല്ലെങ്കിലും അവനെല്ലാം പൊടിച്ച ശീലമുള്ളൂ അല്ലട വിഷ. സിദ്ധാർത്ഥ് ഉപ്പേരിയെടുത്ത് കടിച്ചുകൊണ്ട് ഒരു പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ വിഷ അവനെ ദയിപ്പിച്ച് നോക്കി. മോനെ രാഹുലെ, ഒന്നോ രണ്ടോ പപ്പടം കൂടി കൊടുക്ക്. മോനെ പപ്പടം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ചന്ദ്രൻ രാഹുലിനെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ വിഷ വിളറി ഇരുന്നു പോയി.